ടു ചാനൽ. സൗണ്ടൊന്നുമില്ല, രാവിലെ തന്നെ ആയതുകൊണ്ട്. ഇപ്പോൾ രാവിലെ വീട്ടിൽ ചോറ് വെച്ചിട്ടുണ്ട്, ഉണ്ടാക്കാനുള്ള കറി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ഇന്ന് ജനുവരി 2 ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്, കണ്ണൂരത്തെ. സോ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഗായ്സ്. പിന്നെ ഇന്നാണ് നമ്മുടെ ഒരു പുതിയ സ്റ്റാർട്ട്. വയ്യ പറയാട്ടോ എന്താണ്. സോ വെൽക്കം. അങ്ങനെ നമ്മൾ രാവിലത്തെ പരിപാടിയൊക്കെ നോക്കുകയാണ്. അപ്പോൾ ചോറ് വെച്ചു, സൈഡിൽ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കുമായിരുന്നു ഞാൻ. പിന്നെ ഉണ്ടാപ്പൂനുള്ള കറി ഉണ്ടാക്കാനുണ്ടായിരുന്നു, അതുണ്ടാക്കി. ആദ്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ ഉണ്ടാക്കിയേ? പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും അതിങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചന്തു എണീറ്റ് വന്നു. അപ്പോൾ എൻ്റെ കൈ തട്ടിയിട്ട് ട്രൈപ്പോഡൊന്ന് താഴെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനത് ശരിയാക്കാൻ നിൽക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഉണ്ടാപ്പൂന് കൊണ്ടുപോകാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മുറിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം കഴുകി ക്ലീനാക്കി കൊടുത്തു. ചന്തുവാണ് പിന്നെ വന്നിട്ട് അതെല്ലാം കട്ട് ചെയ്ത് തരും കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ സൈഡിൽ ഇങ്ങനെ ചായ വെക്കേണ്ട പരിപാടിയും ഉപ്പേരി ഒരു സൈഡിൽ ഉണ്ടാക്കേണ്ട പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. സാധാരണ നമ്മുടെ വീട്ടിൽ ഈ ഒരു സമയത്ത് ആരും നീക്കലില്ല. ഇവൻ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഇവൻ റെഡിയായിട്ട് പോവും, ഞാനും ഉണ്ടാപ്പും ഉറക്കമായിരിക്കും. പക്ഷെ ഇതൊരു പുതിയ കാര്യമാണ്, പക്ഷേ നല്ല രസമായിരുന്നു അത്. അങ്ങനെ ഞാനും ഉണ്ടാപ്പും കുളിച്ച് റെഡിയായി ഞങ്ങളങ്ങനെ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ ഹാപ്പി ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇവിടെ ഒരു ഡേ കെയറിൽ ഒരു ടീച്ചറിൻ്റെ ജോബ് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാനത് ചൂസ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഉണ്ടാപ്പൂനും കൂടെ കൊണ്ടുപോകാം, അവളേനെ അവിടെ ആക്കാം. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ ഡേ കെയറിലെത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കേണ്ട സമയമായി, സ്നാക്സ്. അപ്പോൾ അവരതിരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് 2 കുട്ടികളുണ്ടായിരുന്നു. അഡ്മിഷൻസൊക്കെ നടക്കുന്നേ ഉള്ളൂ. പയ്യെ വരും. പിന്നെ എൻ്റേതൊരു പെർമനൻറ്റ് ജോബല്ല, ഒരു ടെമ്പററി ജോബാണ്. കാരണം ഞാൻ നെക്സ്റ്റ് മന്ത് നാട്ടിൽ പോവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ടെമ്പററി ആയിട്ട് ഞാൻ അങ്ങനെ കയറിയതാണ് അവർ ചോദിച്ച സമയത്ത്. അങ്ങനെ കിഡൂസ് ഹബ്ബ് എന്നാണ് ഞങ്ങളുടെ ഡേ കെയർ സെൻറ്ററിൻ്റെ പേര്. അപ്പോൾ ഉണ്ടാപ്പോൾ ഭയങ്കര ഹാപ്പി കേട്ടോ, കാരണം അവിടെ കളിക്കാനൊക്കെ കുറേ സാധനങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ പിന്നെ ഓൾറെഡി അവിടെ ഉള്ള ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് മുന്നേ അറിയുന്ന ചേച്ചി തന്നെയാണ്, മിനി എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പോൾ അതുകൊണ്ട് മൂപ്പര് സെറ്റായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം കളിച്ച് സ്നാക്സ് എല്ലാം കഴിച്ച് ഉണ്ടാപ്പോൾ ഉറങ്ങിപ്പോയി. കാരണം 11 മണിക്ക് എണീക്കുന്ന ആൾ ഇന്ന് 8:30 ആകുമ്പോഴേക്ക് എണീറ്റു. അപ്പോൾ അതിൻ്റേതായ ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടാപ്പിൻ്റെ റൊട്ടീൻ മൊത്തം ഇന്ന് തെറ്റി. ആൻഡ് ഞങ്ങൾ പിന്നെ ഒരു ഓറഞ്ചൊക്കെ കഴിച്ച് ഞാനും മിനിയേച്ചിയാണ് ഞങ്ങളവിടെ ഇരുന്നു. അതിന് ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു, ചോറൊക്കെ കഴിച്ച് പിന്നെയും നെക്സ്റ്റ് റൗണ്ട് കളിക്കാൻ തുടങ്ങി. അപ്പോൾ അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ സ്ലൈഡ്. അപ്പോൾ ആദ്യം ചെന്ന സമയത്ത് കുറച്ചൊരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു മൂപ്പർക്ക്. പിന്നെ അത് ഓക്കെ ആയി. പിന്നെ അവിടുത്തെ ടോയ്സും കാര്യങ്ങളും എല്ലായിടത്തും മൂപ്പർ നല്ല കളിയായിരുന്നു. താങ്ക് യു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തോ വികൃതി ചെയ്ത സമയത്ത് ഞാൻ ദേഷ്യപ്പെട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അവൾ എന്നെ സോപ്പിടാൻ എടുക്കുന്ന ഒരു അടവാണത്. ഉള്ളച്ചനെ പോലെ തന്നെ. അവിടുത്തെ രജിസ്റ്ററിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ചെയ്തു. പിന്നെ ഒരു 5 മണിയായപ്പോൾ ഞാനും ചെറുതും അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ടൈം കഴിഞ്ഞു. മമ്മി സ്വന്തം ബസ് എങ്ങനെയാ?
ഇത് ബീച്ചിൻ്റെ ഒരു സൈഡായിട്ടാണ് ഈ ഒരു കിഡു സബ് വരുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര കാറ്റാട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് അമ്പാളുവിൻ്റെ അച്ഛനെല്ലാം കണ്ടു. തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. കാരണം അവൾ വിചാരിച്ചു അവനും കൂടെ വരുമെന്ന് വിചാരിച്ചപ്പോൾ അവൻ നേരെ ഓഫീസിൽ പോയി. അപ്പോൾ അതിന് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പയ്യെ റൂമിലോട്ട് പോവാണ്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, കാരണം രാവിലെ നേരത്തെ എണീറ്റാണ്. പക്ഷെ എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ. എൻ്റെ UAE ഫസ്റ്റ് ജോബാണിത്. അങ്ങനെ ഞാനും അമ്പാളും വന്നതിന് ശേഷം കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് ചന്തു വന്നു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോവാണ്. എല്ലാം റെഡി ആയിട്ട് പുറത്തിറങ്ങി. നമ്മളിന്ന് എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ ഇന്നൊരു ബർത്ത്ഡേ ഷോപ്പിങ്ങിന് പോവാണ്. നമ്മൾ ബർത്ത്ഡേ ഷോപ്പിംഗ്, ബർത്ത്ഡേ ബോയ്. എല്ലാ പ്രാവശ്യവും സർപ്രൈസ് ഉണ്ട് പറഞ്ഞു. പ്രാവശ്യം സർപ്രൈസ് ഇല്ല, നേരെ നമ്മൾ തന്നെ പോയിട്ട് എടുക്കുക. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പോയിട്ട് ആദ്യം എടുത്തുകൊണ്ട് വെച്ചു, എന്നിട്ട് സർപ്രൈസ് ആയിട്ട് തലേന്ന് രാത്രിയൊക്കെ കൊടുത്തു. പക്ഷെ ഇപ്രാവശ്യം അതൊന്നുമില്ല. പ്രാവശ്യം ഇവരെയും കൂട്ടിയിട്ട് പോയിട്ട് എടുക്കുകയാണ്. അങ്ങനെ അവൻ സെലക്ട് ചെയ്ത ഡ്രസ്സൊക്കെ ട്രയൽ നോക്കിയായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ചുമ്മാ നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ഇനി വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാനുള്ള സമയമില്ല, 10 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിട്ടു എങ്ങോട്ട്, നമ്മുടെ സ്ഥിരം ഹോട്ടലായ ഇടുക്കി ഗോൾഡ്. അവിടെ ഇന്ന് എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളൊക്കെയാണ് വാങ്ങിയത്. ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അവസാനം ഒരു കോഫി, അവിടുത്തെ കോഫിയും കുടിച്ച് നമ്മുടെ ഇന്നത്തെ ഡിന്നർ അവസാനിപ്പിച്ചു. അപ്പോൾ ഉണ്ടാപ്പ് കുറച്ച് കച്ചറായതുകൊണ്ട് ഞാൻ വെറുതെ അവിടുത്തെ ചേട്ടനെ വിളിച്ച് ചീത്ത അറിയാൻ പറയായിരുന്നു. അപ്പോൾ ഉള്ള ഉണ്ടാപ്പിൻ്റെ ആക്ടിങ് ആണത്. അങ്ങനെ നമ്മൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് ഇപ്പം അതാ റൂമിൽ വന്ന് കയറി. സമയം എത്രയായി? 11:26. ഞാൻ വന്ന് കിടന്ന് കുറച്ച് നേരം ഉറങ്ങിയായിരുന്നു. വന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. എന്നിട്ട് ചായ കുടിച്ചിട്ടാണ് നമ്മൾ പർച്ചേസിങ്ങിന് പോയത്. ശരി, സാറുണ്ടാക്കിയ കോഫി കുടിച്ചിട്ടാണ് പോയത്. ശരി, അത് കഴിഞ്ഞ് ഇപ്പോൾ ലേറ്റായി. സാധനങ്ങൾ ബർത്ത്ഡേ പർച്ചേസ് ആയിരുന്നു, ബർത്ത്ഡേ ബോയുടെ. അപ്പോൾ അത് കഴിഞ്ഞ് ലേറ്റായി. നമ്മുടെ സ്ഥിരം ഹോട്ടലിൽ ഇടുക്കി പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ അതാ റൂമിലെത്തി. ആൻഡ് അതായിരുന്നു ആ ഒരു ഹാപ്പി ന്യൂസ്. എനിക്ക് ചെറിയൊരു ജോബ് കിട്ടി ന്യൂ ഇയർ ആയിട്ട് തന്നെ. അപ്പോൾ അതായിരുന്നു ഇന്നലെ പറഞ്ഞ ആ ഒരു ഹാപ്പി ന്യൂസ്. എനിവേയ്സ് വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.